സത്യസന്ധമായിട്ട് പറയണം, ഞാൻ ഈ സെറ്റിൽ വെച്ചിട്ടാണ് ഇവരെ കാണുന്നത്. ഇവരുടെ ഞാൻ അങ്ങനെ അധികം റീൽസ് ഇവരുടെ കണ്ടിട്ടില്ല. അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്നത്. നിങ്ങളെ പടം പോകില്ല. അല്ല, അവൻ പറഞ്ഞതിലൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ആ കുട്ടി ചിരിച്ചാലും കാര്യമുണ്ട്. പക്ഷെ ശരിക്കും മക്കൾ അങ്ങനെ മാറ്റിക്കിടത്തുന്നത് നല്ലതാണ്. അവര് ഇൻഡിപെൻഡന്റ് ആവും. അപ്പൊ അവരുടെ ഉറക്കത്തിന്റെ സമയമാകുമ്പോ അവര് തന്നെ റൂമിൽ പോയി അവർ ഉറങ്ങിക്കോളും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊരു റുട്ടീനാവും. അതിലൊക്കെ പ്രാധാന്യം പിന്നെ നമുക്ക് അത് കഴിഞ്ഞ ഒരുപാട് സീരിയസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. സിനിമയില് എങ്ങനെ വേണമെന്നുള്ളതിന് വ്യക്തമായ ധാരണ എനിക്കുണ്ടായിരുന്നു. അത് ഡയറക്ടർക്ക് മതി. ബേബി സ്റ്റേറ്റിലെ ആ ബേബി സ്ക്രിപ്റ്റ് എന്തെങ്കിലും വായിച്ചിട്ടാണ് പടം അഭിനയിച്ചത്. என்னன்னா இந்த படத்துல வந்து ஷாருக் கான் நடிச்சிருக்காங்க. அப்புறம் இந்த படத்துல வந்துட்டு மம்முக்கா நடிச்சிருக்காங்க. Because that innocence on your face and That made me who I am today. that's true. ഇപ്പൊ എന്റെ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ട ഞാനും കരയാറുണ്ട്. എന്റെ ആ ഹെയർ സ്റ്റൈലും ഇപ്പോഴും ആശ്വാസമായി. ഇപ്പൊ ഒരു മനുഷ്യക്കോലത്തിലെത്തി എന്റെ ഭർത്താവ് പറയുന്നുണ്ട്. അപ്പൊ എവിടുന്നാണ്? എന്റെ പേര് സോണി. എന്റെ പേര് ടിനി. ഞാൻ വെസ്റ്റ്ഫോർട്ട് കോളേജ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നു. പുള്ളി 10ാം ക്ലാസ് കഴിഞ്ഞ് വരുന്നു. അടുപ്പമുള്ള ആൾക്കാരുമായിട്ടുള്ള റിലേഷൻ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് കൊണ്ടുപോകണം? മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മുന്നോട്ടല്ലേ ഇത് പോവുള്ളൂ, പിന്നോട്ട് പോവില്ല. പിന്നോട്ട് പോവില്ലോ. ഇത്ര കാലം കൊണ്ട് ടെയിലന്റ് ആക്ച്വലി ഞങ്ങള് അതിന്റെ സീൻ തന്നെ മാറ്റി വെച്ചു. അത് നമ്മുടെ എഡിസില് നമ്മുടെ അസോസിയേറ്റിന് ദൃശ്യ മോഡലായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. ലൈറ്റ് ആയിട്ട് ടെയിലന്റ് നമ്മൾ ആർക്കും കൊടുത്തില്ല. തിയേറ്ററിലുണ്ടാവില്ല മിക്കവാറും. ഇവന് റേഞ്ച് ഇല്ല ഒരു നടൻ എന്നുള്ള രീതിയിൽ. എല്ലാം നോക്കിക്കോ, എല്ലാം സെയിം പെർഫോമൻസ്. എല്ലാം എന്റെ റോൾ ഇവന് കൊടുക്കണ്ടേ. ഇവര് ഒരേപോലെ എല്ലാ പടത്തിലും അഭിനയിച്ചിട്ട് ഇവന്റെ ഒരു പടം ഹിറ്റ് ആവുന്നില്ല. ചോദ്യം എന്തെന്ന് വെച്ചാൽ അതിനകത്ത് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ട്. അതാരാണെന്ന് ഈ കാലുകൾ കണ്ടിട്ട് പറയാൻ പറ്റുമോ? കാലുകൾ കണ്ടിട്ടാണോ പ്രഗ്നൻസി കണ്ടുപിടിക്കുന്നത്? അങ്ങനെ ഈ വിളക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഈ വിളക്കിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? സാധാരണ നിങ്ങളൊക്കെ മയിൽ വിളക്കായിരിക്കും കണ്ടത്. ഇവിടെ ഒരു മയില്. ഇത് ഗണപതിയാ. കണ്ടോ? സ്വന്തമായിട്ട് ചെയ്താണോ? എനിക്ക് ഈ വിളക്കുണ്ടാക്കല ജോലി. ക്ലോസപ്പ് ഇപ്പോൾ പേസ്റ്റുകൾ ഇച്ചിരി ടേസ്റ്റ് ഉള്ളത് ഈ ക്ലോസപ്പിനാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതെന്താ? ഇത് ഒരു ഫ്ലേവറൊക്കെ ഉണ്ട്. പല്ല് തേച്ചാലേ അറിയത്തുള്ളൂ. അതെ, സിദ്ദിഖാണ് എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചത്. ഇപ്പൊ ഞാൻ ഇന്ന് സംസാരത്തിന്റെ ഇടയ്ക്കാണ് ഒരു 150ാമത്തെ സിനിമയിലും സിദ്ദിഖാണുള്ള അച്ഛനായിട്ട് അഭിനയിച്ചത്. അതെ, അങ്ങനെ തന്നെ ആവട്ടെ. അത് വെച്ചാൽ ഓരോ അച്ഛന്മാരും തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള അച്ഛന്മാരാണ്. ഒറ്റ തൊണ്ടയ്ക്ക് പറഞ്ഞ ആദ്യമായിട്ട് പെണ്ണ് കണ്ട ആളെ തന്നെ കല്യാണം കഴിച്ചു. ആദ്യമായിട്ട് പെണ്ണ് കണ്ട ആളെ കല്യാണം കഴിച്ചു. പക്ഷെ അതിനിടയിൽ എനിക്ക് തോന്നി ഈ കണ്ട ആൾ അത്ര പോരാന്ന് എനിക്ക് തോന്നി. ഞാൻ കിട്ടിയില്ല. ഞാൻ കുറെ പെണ്ണാണാൻ പോയി. ഒറ്റ പെൺപിള്ളേർക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി ദൈവമേ ആദ്യം കണ്ടത് നല്ലതായിരുന്നു. അതിന് പോയാവുന്ന രണ്ടാമത് പിടിച്ചു വന്നപ്പോ ഷി വാസ് ദേർ. കണ്ണിൽ എണ്ണ ഒഴിച്ച് എന്നെ കാത്തു നിൽക്കുന്ന ഇതേ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. നമുക്ക് ഇപ്പോഴും ആരെയും കിട്ടിയില്ലേ എന്ന് പറഞ്ഞു. ഞാനൊരു ജീവിതം കൊടുത്തു. എടുക്കാൻ പഠിച്ചു. ഗ്യാസ് കളയും, ഡയപ്പർ മാറ്റും, അങ്ങനത്തെ മെയിൻ പരിപാടിയൊക്കെ ചെയ്യും. പാല് കൊടുക്കാൻ മാത്രം അറിഞ്ഞൂടാ.
ഇവരെ പൊടിയിട്ട പോലും കണ്ടിട്ടില്ല ഞാൻ രാത്രി കാലങ്ങളിൽ. ഞങ്ങളുടെ റൂമുകൾ ഞാൻ അവളുടെ റൂമിലും എന്തായാലും ഒരു കാര്യം ആലോചിച്ചില്ല. ദുബായി പോയിട്ട് എന്തായാലും ഇവർ രണ്ടുപേരും അങ്ങനെ ചെയ്യില്ല. അവിടെ എത്രയോ വേറെ ആളുകളുണ്ട്. നല്ല ആളുകളൊക്കെ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ നിന്നോട് ചോദിച്ചു, നീ അറിയാത്ത ഇംഗ്ലീഷിൽ എനിക്ക് മെസ്സേജ് അയക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. തെറ്റ് ഇംഗ്ലീഷ്. നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവും. ഞാൻ മെസ്സേജ് വായിക്കട്ടെ. ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ഒന്ന് വായിക്കുന്നതാണ്. ഇംഗ്ലീഷ് കഫേ പോ. അപ്പം മരണമാസ് ടീമിന് എല്ലാവിധ വിഷസും അറിയിക്കുകയാണ്. അപ്പൊ ഒരു മരണമാസ് തന്നെ ആവട്ടെ. വിഷുവിനാണ് റിലീസ്. അപ്പം എന്താ പറയാ, നല്ല വെട്ടിത്തിളങ്ങട്ടെ. വിഷുവില് നമ്മൾ കുറെ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്ന പോലെ അതെന്താ അങ്ങനത്തെ ഒരു കാരണം? നിങ്ങൾ ഇതുവരെ പ്രേമിച്ചിട്ടില്ലേ? നിങ്ങളപ്പോ ആരും ഒഴിവാക്കി പോയതാണോ നിങ്ങളെ? ഇനി അതിലേക്ക് കടക്കാം. അതെ, പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞിട്ട് അവള് പോയി. നല്ല സംവിധായകരോട് വരുമ്പോ നമ്മൾ അഭിനയിക്കും. മോശം സംവിധായകരോട് വരുമ്പോ നമ്മൾ മോശമായിട്ട് അഭിനയിക്കും. ഞാൻ ഏറ്റവും മോശമായിട്ട് അഭിനയിച്ച എനിക്കൊന്ന് കുഞ്ഞിരാമായണം. തെലുങ്കിൽ റീമേക്ക് ചെയ്യുമ്പോഴോ രംഗണ്ണനായിട്ട് ഓൾറെഡി ഒരു നടൻ ഇല്ലേ അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ലേ? ഇല്ല. നസ്രിയുടെ ഒരു ആഗ്രഹം, നസ്രിയുടെ ഒരു ആഗ്രഹം പറഞ്ഞാൽ മതി. നാനി. Because we are co-stars also, we are also good friends. Okay. So I think. Oh, he's Nazriya. Nazriya. Nani ante Sundarani. അല്ല അജുവേട്ടാ, ഇപ്പൊ മലർവാടി നിന്നാണ് അജുവിന്റെ സ്റ്റാർട്ടിങ് വിനീതേട്ടന്റെ കൂടെ. പറഞ്ഞു നന്നായി. ഞാൻ ഇവൻ ബാലനില് വന്നതാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിപ്പോ താൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചെമ്മീനിലൊക്കെ നോക്കി. ഈ പൂക്കള് ഇങ്ങനെ അത് സെറ്റായിരിക്കണമെങ്കിൽ ഇതുപോലെ നിതവിട്ട് ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് ഇത്രയും മക്കളെ വെച്ചിട്ട് നമുക്ക് ജീവിതം ഇതേപോലെ ഒരു പൂ പോലെ സെറ്റാണ്. കൂടുതൽ മക്കളെ ഉണ്ടാക്കാന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത്. എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് ആകെ അറിയാവുന്ന പണി അതാണ്.